ശ്രീ ഷാബു പ്രസാദ്, ഒന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ CPM-ന്റെ പ്രതിനിധിയോടും കോൺഗ്രസിന്റെ പ്രതിനിധിയോടും ചോദിച്ചു, അവർ ഈ തരത്തിൽ തന്നെയാണോ ഇങ്ങനെ പണം ഒഴുക്കിയിട്ട് തന്നെയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു CPM-ൽ അങ്ങനെയില്ല എന്നത്. ഞാൻ ശ്രീ വസന്ത് സുരേഖയോട് ചോദിച്ചു, അദ്ദേഹവും അത് നിഷേധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പറയുന്ന പ്രതികരണം എന്ന് പറയുന്നത് PC ജോർജിൻ്റേത് മാത്രമാണ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുത. ഇനി അതിനേക്കാൾ കൗതുകകരമായ ഒരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഒരാൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന ഒരു മറുപടി ചോദിക്കുകയോ അതിൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. PC ജോർജ് എന്തോ പറഞ്ഞു, PC ജോർജ് അത് തിരുത്തി പറഞ്ഞു, അവിടെ തീരുന്നു. സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ യാതൊരു അതൃപ്തിയുമില്ല. ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണനെയും സുഹൃത്ത് വസന്ത് സിറിയക്കിനെയും കുറ്റം പറയാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. കാര്യം അവർക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി ഇവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ പൊതുജന മധ്യത്തിൽ തുറന്നു പറയുന്നതിനും പരിമിതികളുണ്ട്. ഇപ്പം ഞാനൊരു BJP പ്രതിനിധി ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഞാനൊരു BJPയുടെ മെമ്പർഷിപ്പെങ്കിലും എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ, BJPയുടെ നിലപാടുകൾ ഔദ്യോഗികമായിട്ട് വിശദീകരിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ എനിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഇതൊരു വാസ്തവമാണ്. ഇത് മാധുവിന് മനസ്സിലാവാത്തതൊന്നുമല്ല. പിന്നെ ഈ ചർച്ചയുടെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് മാധുവിനോട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്ന് മാധുവിനും അറിയാം, എനിക്കും അറിയാം, കേട്ടിരിക്കുന്നവർക്കും അറിയാം എന്താണ് ഇതിൻ്റെ വാസ്തവം. വളരെ കൃത്യമായിട്ട് ഇവിടെ പൊടിവാർ സാറ് വളരെ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തു. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം BJPക്കും പണം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ നിഷേധിക്കുകയൊന്നുമില്ല. അതൊരു വാസ്തവം തന്നെയാണത്. ഇല്ല, ഞാൻ എന്തിനാണ് നിഷേധിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കലാപരിപാടികളിൽ BJP ഇനിയും കുറേ കൂടെ അവധാനത പുലർത്തേണ്ടതുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പ്രാവീണ്യം നേടേണ്ടതുണ്ട്. ഇതുപോലെ ധൈര്യമായിട്ട് വന്നിരുന്ന് ഇപ്പം ശ്രീ KT കുഞ്ഞിക്കണ്ണനെ പോലെയും അല്ലെങ്കിൽ വസന്ത് സിറിയക്കിനെ പോലെയും ഒക്കെ വന്ന ഒരു എക്സാമ്പിളെങ്കിലും കാണിച്ചതാ, ധൈര്യമുണ്ടെ കൊണ്ടുപോയി എന്നൊക്കെ ധൈര്യമായിട്ട് പറയാൻ ഒരു എക്സ്പീരിയൻസിലേക്ക് കേരളത്തിലെ BJP ഇനി കുറെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കാര്യം ചെറിയ പാർട്ടിയല്ലേ. പ്രാവീണ്യമുണ്ട്. ഇത് പുത്തൻ BJP ആയതുകൊണ്ട് ആണ് എന്ന് തോന്നുന്നു. അല്ലേ, ഇപ്പം ഇതിൻ്റെ അകത്ത് പുതിയ ആൾക്കാരൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ നേടേണ്ടതുണ്ട്. എനിക്ക് തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്താണ് അതിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ എണ്ണി പറഞ്ഞ കുറേ ഏറെ കാര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇങ്ങനെ ഈ തരത്തിൽ പണം കൊണ്ട് അമാനമാടിക്കളയാം എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി ഉണ്ടാകുന്നത് എങ്ങനെയാണ് BJPക്ക്? പാലക്കാട് മുതൽ ഇങ്ങോട്ട് പലയിടങ്ങളിലായി തിരുവനന്തപുരത്തുള്ള മണ്ഡലങ്ങളിലടക്കം ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇതിൽ നേതൃത്വത്തിന് യാതൊരു പരാതിയുമില്ല എന്നുള്ളതാണ്. പാർട്ടി കൊടി, തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന പാർട്ടി കൊടി ദേശീയ നേതൃത്വം സൗജന്യമായി കൊടുക്കുന്നതാണ്. പലചരക്കുടെ കടയിലെ ബില്ല് വെച്ചിട്ടാണ് അത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതിൽ അന്വേഷണം വന്നിരിക്കുന്നത് പരാതി കൊടുത്ത ഒരു പാർട്ടിക്കാരൻ തന്നെയാണ്, ചടയമംഗലത്തോ മറ്റുള്ള ഒരാളാണ്. അതിനുശേഷം അങ്ങനെ ഒരു പരാതിയുമില്ല, അതിലൊരു അന്വേഷണവുമില്ല, ആർക്കുമെതിരെ നടപടിയുമില്ല. അപ്പോൾ ദേശീയ നേതൃത്വം ഇങ്ങോട്ട് അയക്കുന്ന പണത്തിന് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല എന്നതാണോ? എൻ്റെ മാധവ്, ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഷയിൽ വലതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ സംഘപരിവാർ സഹയാത്രികൻ. ഞാൻ 100% എൻ്റെ രാഷ്ട്രീയ ചിന്താഗതി ഇത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഞാൻ മാറി നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പറയാവുന്ന എത്രയോ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കലാപരിപാടികളിൽ BJPക്ക് ഇനിയും പ്രാവീണ്യം നേടേണ്ടതായിട്ടുണ്ടെന്നേ. പക്ഷെ ഒരു കാര്യം ഇതിൻ്റെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രത്തിനെ പറ്റിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ BJP ഇനിയും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഒരു നല്ല അനുഭവമാണ് എന്ന് കരുതുക എന്ന് വിചാരിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാന വ്യാപകമുണ്ടായ പല ആരോപണങ്ങളാണ്. അതിലങ്ങേക്ക് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, അല്ല, എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അകത്ത് എന്താണ് എൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതെല്ലാം ഉണ്ട്. മാധുവിന് അത് വായിച്ചെടുക്കാനുള്ള സാമാന്യ ബോധവും അനുഭവജ്ഞാനവും ഒക്കെ ഇല്ലേ? അതൊക്കെ മനസ്സിലാക്ക്.
അത്രയേ ഉള്ളൂ. അത് കേൾക്കുന്നവർക്കും അതൊക്കെ മനസ്സിലാവും. പക്ഷേ എൻ്റെ ഇവിടുത്തെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ചെലവഴിക്കുന്ന പണത്തിനെ പറ്റിയും ആ പണത്തെ അത് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റിയും ഒരു പൊതു ചർച്ചയ്ക്ക് ഇത് കാരണമാകുന്നുവെങ്കിൽ അതിലേറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണ പൗരനെന്നുള്ള നിലയിൽ ഞാനായിരിക്കും. ഒരു സംശയവുമില്ല അത്. കാര്യം ഈ നാട്ടിലെ അഴിമതിയുടെ ഏറ്റവും മൂല കാരണം കിടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന കണക്കില്ലാത്ത പണമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 12 വർഷം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? കുറച്ചൊക്കെ അപഹാസ്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാലക്കാട്ടെ വോട്ടിന് നോട്ട് കൊടുക്കുന്ന സാഹചര്യം, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മാധവന് മനസ്സിലായില്ലേ? ഇതിന് അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ, ഈ ഒരു ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ ഒരു പൊതു ചർച്ചയ്ക്ക് ഈ ഒരു സംഭവം ഒരു കാരണമായെങ്കിൽ നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. BJP ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇപ്പോൾ PC ജോർജ് ഇങ്ങനെ വിളിച്ചു പറയണം എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിച്ചതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനമധ്യത്തിൽ മാധ്യമങ്ങളിലും ചർച്ചയാണോ എന്ന് BJP എന്നല്ല ഒരു സംഘടനയും ആഗ്രഹിക്കുന്നതല്ല. അത് സംഭവിച്ചു. അത് സംഭവിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞിക്കണ്ണൻ്റെയും വസന്ത് സിറിയക്കിൻ്റെയൊന്നും പാർട്ടിയുടെ ഒരു പരിചയം BJPക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ BJP അത് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടായിട്ടുണ്ടാവില്ല. അതാണ് ഞാനിതിനെ, അതായത് BJP അടക്കം BJPക്ക് കൂടി, അല്ലാതെ ഇപ്പം ഉള്ള ഈ ഒരു സംഭവങ്ങളെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ തെരഞ്ഞെടുപ്പിലെ പണത്തിൻ്റെ ചെലവഴിക്കലിനെ പറ്റിയുള്ള ഒരു യാഥാർത്ഥ്യവും ഞാൻ നിഷേധിക്കുന്നില്ല. അല്ലാതെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ഈ CPMന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. CPM കറക്റ്റ്, അതായത് ഓരോ മണ്ഡലങ്ങളും ആ 40 ലക്ഷം രൂപ റൗണ്ട് ചെയ്ത് അതിനപ്പുറത്തേക്ക് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല എന്നൊക്കെ പറയാനുള്ള തൊലിക്കട്ടിയും ധൈര്യം എനിക്കില്ല. ഒരിടവേള തിരിച്ചു വരാം. മാധു, ഡിബേറ്റ് വിത്ത് മാധു സജി.